കുട്ടിക്കാലത്ത് ഉമയുടെ അമ്മ പറയാറുണ്ടായിരുന്നു, നീ ഒരു മണ്ടനാന്ന്. ശാപവാക്കായിട്ടല്ല, വാത്സല്യം കലർന്ന താക്കീതായിട്ട്. മണ്ടത്തരങ്ങൾക്ക് പിന്നാലെ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, തെറ്റുകൾക്ക് പിന്നാലെ തെറ്റുകൾ. ഇപ്പോൾ മാനസികം മനസ്സ് പതറി. അമ്മ വല്ലാതെ വഴക്ക് പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ അനാഥനായി ജനിച്ച് തെരുവിൽ വളർന്ന് ആൾമാറാട്ടം നടത്തി ഇവിടെ എത്തിയിട്ട് മനസ്സിന്റെ മനസ്സിൽ കയറാൻ എന്തർഹത, എന്തവകാശം? ചാർലി, ഇനി എന്തിനാ ആൾമാറാട്ടക്കാരന്റെ പേര് അല്ലേ? പറഞ്ഞോണ്ട് വന്നത് എന്താന്ന് മനസ്സിലായി. ചാർലി ആരാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അപ്സെറ്റ് ആയിന്ന് അല്ലേ? ഉമ്മയുടെ അമ്മ പണ്ട് പറഞ്ഞത് നേര് തന്നെയാവും, ചാർലി ഒരു മണ്ടനാന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, നേരെ തിരിച്ചായിരുന്ന അവസ്ഥയെങ്കില് ചാർലി എന്ത് ചെയ്യുമായിരുന്നു? എന്നുവെച്ചാ ചാർലി ഈ വീട്ടിലെയും ഞാൻ ആരോരും ഇല്ലാത്തോളായിരുന്നു വെച്ചാല്. ചാർലി പറയുന്ന ആ അമ്മയില്ലേ, ഉമ്മയുടെ അമ്മ, അവരെ എനിക്ക് ചാർലിയെ തന്നതെന്ന് തോന്നുന്നു. ഇനി അത് തിരിച്ചെടുക്കാൻ ആ അമ്മയ്ക്ക് പോലും കഴിയില്ല ചിലപ്പോ. ഞാൻ എന്റെ മനസ്സ് തന്നത് ചാർലിക്കാ, തെരുവിൽ നിന്നോ മാളികയിൽ നിന്നോ വന്നത് എന്ന് നോക്കിയിട്ടല്ല. സനിച്ചേച്ചിയും വിജയനെയും ഉപദേശിച്ച് നടന്നപ്പോ എനിക്കറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നിശ്ചയിക്കണേ നമ്മളല്ല, ഈശ്വരനാന്ന്. ഈശ്വരനും ചിലപ്പോ തെറ്റുപറ്റും. ഇല്ല, ഇക്കാര്യത്തിൽ തെറ്റുപറ്റില്ല, എനിക്കുറപ്പാ. എന്തോ അമ്മേ, ഇവരെന്നെ അറസ്റ്റ് ചെയ്തിട്ട് വരാണല്ലോ. ചാർലിയുടെ ഒരു വിവരം പറയാനാ. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്താ അത്യാവത്തായിരിക്കുന്നു. എന്താ കാര്യം? 10-ാം തീയതിക്ക് ശേഷം ഏത് ദിവസം ഓപ്പറേഷൻ ഉണ്ടാവുമെന്ന് ആർക്കി സാർ പറഞ്ഞു. ചാർലി വിവരം അറിയിക്കണം. അടുത്ത 10-ാം തീയതി അല്ലേ? അതിന് ഇപ്പോഴേ തന്നെ അറിയിക്കണോ? വേണം, അവൻ തിരക്കിലാവും. ഒരുപാട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് എഴുതിയിരുന്നു. ചാർലി വന്നാലേ ഞാൻ ഓപ്പറേഷന് സമ്മതിക്കൂ. കണ്ണു തുറന്ന് ആദ്യം നോക്കുന്നത് അവന്റെ മുഖത്തേക്കാവണം. ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്താ കാര്യം? ഇവിടെ വെച്ച് തന്നെ കണ്ടത് നന്നായി. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. അലമാരി വെച്ചിരിക്കുക. അയ്യോ കാണണ്ട, എന്നാലും ഒന്ന് കാണാലോ. പിന്നെ സൗകര്യപൂർവ്വം കണ്ടോളാം. ഇപ്പൊ തന്നെ കാണുന്നില്ലല്ലോ. അതുപോലെ ഇപ്പൊ തന്നെ കാണും. അത് പിന്നെ എപ്പോഴായാലും കണ്ടാ പോരെ. അത് മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് സത്യത്തിനായിട്ടൊരു കണക്ഷനും. അതെ, അതും കൂടി പറയാനാണ് ഞാൻ തന്നെ അന്വേഷിച്ചത്. പിന്നെ ബോംബെയിൽ ഒരു കച്ചേരി നടത്തണം, എന്റെ വയലിൻ കച്ചേരി. അതിനുവേണ്ടി ഒരു വയലിൻ ഞാൻ മാറ്റി വെച്ചിരിക്കുക. അറിയാതെ എന്തേ ഒന്നുമില്ല. ഞാനേ അസലായിട്ട് വയലിൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ചുമ്മാ പറഞ്ഞു. ആ തൂത്തുക്കുടിയിലോ അല്ല പിന്നെ ചാലക്കുടിയിലോ ലാൽക്കുടിയിലോ ഒരു വലിയ വയലിൻ തോന്നുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു ഞാൻ. ചെന്ന് കയറി 24 മണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഡൈ ശ്രീനിവാസ, നീ പോയി തനിയെ വായിക്കോ, അതാ ഉനക്ക് ബെറ്റർ. അന്ന് മുതൽ എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ് ബോംബെയിൽ ഒരു വയലിൻ കച്ചേരി നടത്തുന്നത്. ബോംബെയിൽ നല്ല ഇൻഫ്ലുവൻസ് കാണുമല്ലോ. എന്നാ കച്ചേരി ഗംഭീരമായിരിക്കും. വയലിൻ ഇന്ന് വയലിൻ കാണാൻ പറ്റിയ മുഹൂർത്തമല്ല. പോരാത്തതിന് ഇപ്പൊ യമകണ്ഠ ഗാനം കൂടെ. യമകണ്ഠമാണോ? നീയും കാണണ്ട ഞാനും കാണണ്ട. ഓപ്പ ഒരു വയലിൻ ഉസ്താദല്ലേ? കൊച്ചു കള്ളൻ, ആരോടും പറയാതെ ഞാനൊരു മാറട്ടെ. എന്റെ അമ്മേ, ഇങ്ങോട്ടാ ഓപ്പ ഇപ്പൊ കണ്ടുപിടിച്ചേനെ. കണ്ടാലെന്താ? ഈ കുതിരക്ക് പേടിയൊന്നുമില്ലേ? ഏയ്, അയ്യോ അതെ അമ്മ. അയ്യോ എടാ,
ഓർക്കും തോറും ചിരി വരിക. ഇതാ മാപ്പിള പാട്ടുകാരനല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? ഗുണ്ട് മേടിക്കുന്ന ഞാൻ ഇങ്ങോട്ട് വാ. ആവൂ, തേടിയ വള്ളി കാലി അല്ല കയ്യിൽ ചിറ്റി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ ഓപ്പ എങ്ങനെ കണ്ട? നിന്റെ കോപ്പ എന്നെ കണ്ടുടാ. ഇവിടെ കയറി ഒളിച്ചിരുന്നാ കണ്ടുപിടിക്കാനും കഴിയില്ല. എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഉമ നിർബന്ധമായിട്ടും പറഞ്ഞോണ്ടാ വന്നത്, അല്ലാതെ ഇവിടുത്തെ കളി പുറത്താക്കാനല്ല. ഉമയും പിള്ളേരും കാണാഞ്ഞ് എനിക്ക് മനസ്സിനൊരു സുഖമില്ല. വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ഇവിടുന്ന് ഒരു ഒഴിവ് കിട്ടിയാ ഞാൻ എത്തും. 10-ാം തീയതി ഓപ്പറേഷൻ. അതിനു മുമ്പ് വരും. ആർക്കെ സാർ പണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതിനൊന്നും ഒരു പ്രശ്നമില്ല. കുഞ്ഞുനാൾ മുതൽ കൈ വളരുന്നോ കാല് വളർന്നോ നോക്കി ഉപ്പും ചോർന്നൊന്ന് വളർത്തിയത് സുഭദ്രയാ. അതിന്റെ കൂലിയാണോടാ ഇത്? എന്നെ നൃത്തം പഠിപ്പിച്ച് ലോകം മുഴുവൻ കൊണ്ടു നടന്ന് പേരും പെരുമയും ഉണ്ടാക്കി തന്നതിന്റെ പ്രതിഫലമാണോ ഇത്? ചോദിച്ചു നോക്ക് പുന്നാര മോനോട് എന്താ ഉണ്ടായത്? മോഷ്ടിച്ചു. കൂടെ നിർത്തി നൃത്തം ചെയ്യിച്ചു എന്ന് കരുതി സംഗീതം അവന്റെ സ്വന്തമാണെന്ന് കരുതിയോ? കരുതി. കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നപ്പോ അങ്ങനെ കരുതി. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടത് ഒരു തെറ്റാണോ? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളോട്. ശരിയല്ലേ അവൻ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ തുള്ളുന്ന കണ്ട തോന്നൂല്ലോ അവൻ എന്തോ കൊലക്കുറ്റം ചെയ്തിട്ട് നിൽക്കുകയാണെന്ന്. എടി നിനക്ക് അറിയാഞ്ഞിട്ടാ? അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് തന്നെയാ. ബന്ധം വെച്ച് നോക്കിയാല് അവൻ അവകാശപ്പെട്ടത് തന്നെയല്ലേ അവള്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ സുഭദ്രക്ക് ഇഷ്ടാവില്ലത്. സംഗീതയുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച പോലെ. പെണ്ണ് കാണാൻ പറഞ്ഞോണ്ട് ചെറുക്കനും കൂട്ടരും. എന്താ ഞാൻ ചെയ്യേണ്ടത് ഈശ്വര? എല്ലാം തെരച്ചാക്കി പോയിട്ടുണ്ടാവല്ലേ? വയക്കുന്നുണ്ടോ? കുട്ടിക്കാലം മുതലേ എന്റെ കൂടെ തന്നെയാ അവള്. മറ്റൊരു വീട്ടില് നിന്നിട്ടില്ല. കൊണ്ടുപോണത് ദൂരേക്കൊന്നും അല്ലല്ലോ. എപ്പോ വേണമെങ്കിലും വരാൻ പോവാം. നിങ്ങൾക്കൊക്കെ അങ്ങോട്ടും എപ്പോഴും വരാല്ലോ. അതെ, പിന്നെ നോക്കൂ, ഇവിടെ ഇങ്ങോട്ട് നോക്കൂ. ഇഷ്ടം പോലെ കഴിച്ചോളൂ, ഫ്രീ ആയിട്ട് കിട്ടണല്ലേ. വേറെ എടുത്തോളൂ. ഇരിക്കൂ, വരൂ, ഇരിക്കൂ. ദേ അവരൊക്കെ വന്നു. സുഭദ്രടുത്തെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞാൻ പോണില്ല അങ്ങോട്ട്. കാര്യങ്ങളൊക്കെ ഇത്ര അറിയുന്ന സ്ഥിതിക്ക് സുഭദ്രയുടെ മുമ്പിൽ പതറും ഞാൻ. വേണ്ട, വരുന്നതുപോലെയൊക്കെ വരട്ടെ. എല്ലാം പറഞ്ഞു ഉറപ്പിച്ച സ്ഥിതിക്ക് എനിക്കിനി ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. കുറെ കാലമായിട്ട് ഞങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. മാർച്ചിലാണ് അതിന്റെ പെർഫോമൻസ്. അതും കൂടെ കഴിഞ്ഞിട്ടാവാം കല്യാണം. അതിനു മുമ്പാവുമ്പോ അതൊരു ഡിസ്ട്രാക്ഷൻ ആവും. സംഗീതയ്ക്ക് മാത്രമല്ല, എനിക്കും. ഈ ബന്ധം തന്നെ ഞങ്ങൾക്കൊരു അനുഗ്രഹ. അപ്പൊ പിന്നെ ഇവിടുത്തെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ. എന്നാ കുട്ടിയെ വിളിക്കൂ. വയ്യ, എനിക്ക് വയ്യ. ഒരാള് മനസ്സിൽ വെച്ച് മറ്റൊരാളുടെ മുന്നിലേക്ക് കൊടുത്തൊരുങ്ങി ചെല്ലാൻ വയ്യ എനിക്ക്. എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു. അമ്മയ്ക്കൊരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് ചെല്ലു ചേച്ചി. അത് കഴിഞ്ഞൊക്കെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം. ആഹാ, നീ ഒരുങ്ങിയില്ലേ? അവരൊക്കെ അവിടെ കാത്തിരിക്കുക. എന്താ അവിടെ ഇങ്ങനെ മുഖം മുറിപ്പിച്ചിരിക്കുന്നത്? അവരൊക്കെ ഇന്ന് വരുന്ന കാര്യം നേരത്തെ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ?
എഴുന്നേക്ക് വേഗം റെഡിയാകും. എനിക്ക് വയ്യ. അതെന്താ, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ? ചേച്ചിക്ക് ചേച്ചിക്ക് എനിക്ക് ഇഷ്ടമല്ല ഈ ബന്ധം. അത്ര തന്നെ. എന്ത് പറഞ്ഞടി? കുറ്റം കേട്ടവിടെ ഇഷ്ടമല്ലെന്നും. പിന്നെ ഏത് ഗന്ധർവനാടി നീ നോക്കി വെച്ചിരിക്കുന്നത്? നല്ലൊരു ബന്ധം വന്നപ്പോ അത് വേണ്ടെന്നാണോ പറഞ്ഞത് നീ? അതിന് എനിക്ക് ഒരു ഇഷ്ടമുണ്ട്. എന്ത് പറഞ്ഞടി? പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു എന്നോട് തർക്കുത്തരം പറയാനും പഠിച്ചല്ലേ നീ? അമ്മയുടെ വാക്ക് തെറ്റിക്കാൻ നിനക്ക് മനസ്സ് വന്നല്ലോ മോളെ. എത്ര നിർബന്ധിച്ചിട്ടും ഒന്നും കഴിക്കുന്നില്ല ചേച്ചി. ഒന്നും വേണ്ടാന്ന് കിടന്ന് കരയ്യ. ചാർലി, എനിക്ക് പേടിയായി തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ ചേച്ചിയെ ഒരുപാട് ഉപദേശിച്ചവളാ ഞാൻ ഈ ബന്ധത്തെക്കുറിച്ച്. ഇനിയിപ്പോ നമ്മുടെ കാര്യത്തിലും ഇത് തന്നെ ആവില്ലേ സ്ഥിതി? എന്താ ഉണ്ടാവുക? മാനസിക എന്താ തോന്നുന്നത്? എനിക്കറിയില്ല. എനിക്കിപ്പോ ഒന്നും അറിയില്ല. ഈ സനുചേച്ചിയുടെയും വിജയന്റെയും കാര്യത്തിലും എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല.